എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് ആൻഡ് ആഫ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമ്മുടെ ജല അതോറിറ്റിയും കോർപ്പറേഷനും കാണിക്കുന്ന ചില പരിഷ്കാരങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ ഇന്ന് സംസാരിക്കുന്നത്. ഈ അനന്തപുരിയിൽ ഉള്ള നിവാസികൾക്ക് എപ്പോഴാണ് ഒരു തടസ്സവുമില്ലാതെ ഈ വാട്ടർ അതോറിറ്റീസ് കുടിവെള്ളം സപ്ലൈ ചെയ്യുക? എപ്പോഴെങ്കിലും അത് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ നമ്മുടെ അറിവിൽ അങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഈ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മെയിൻ പൈപ്പ് പൊട്ടും, വാട്ടർ സപ്ലൈ തടസ്സമാകും. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെള്ളാനി ഭാഗത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ അവിടെയല്ല, അവിടെ നിന്ന് മാറി മലയും കീഴിൽ പോയിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു, വെള്ളമില്ല, കുടിവെള്ളമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഓഫീസിൽ പോകാൻ സാധിച്ചില്ല. നേരെ അവരുടെ ഓൺ ഹൗസ് മലയും കീഴ് സൈഡായിരുന്നു, അവിടേക്ക് പോയി. എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കണം. അത് തിരുവനന്തപുരം നിവാസികൾ. ഇനി തിരുവനന്തപുരത്തല്ലാതെ പുറത്തുനിന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലും മറ്റു വീടുകളിലൊക്കെ താമസിക്കുന്നവരെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവരെന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുക. അതൊന്ന് ഈ ജല അതോറിറ്റി ഒന്ന് മനസ്സിലാക്കുക. എപ്പോഴും നോക്കിയാലും പൈപ്പ് പൊട്ടുന്നൊരു സ്ഥിരം സംവിധാനമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി ഇതിനെക്കുറിച്ച് റെക്ടിഫൈ ചെയ്യാനും ഇതിൻ്റെ ഡാമേജസ് മുൻകൂട്ടി അറിയാനും സാധിക്കുന്നില്ല? അതിനുള്ള എല്ലാ സെൻസേഴ്സും അതും ഇതൊക്കെ ഇന്ന് ലഭ്യമാണ്. എന്തുകൊണ്ട് നിങ്ങളത് ഉപയോഗിച്ച് അതിനെപ്പറ്റി ഒരു ഇൻ അഡ്വാൻസ് ആയിട്ട് ജനങ്ങൾക്കൊരു അറിയിപ്പ് കൊടുക്കുന്നില്ല? ഒരു ഭാഗത്ത് പൈപ്പ് പൊട്ടുന്നു, അവർ റിപ്പയർ ചെയ്യുന്നു. ഇന്ന് വീണ്ടും കേൾക്കുന്ന 50 ടാങ്കർ ലോറികൾ കോർപ്പറേഷൻ മേയർ വാങ്ങിയാണ് വാട്ടർ സപ്ലൈ ചെയ്യാൻ. എന്തൊരു എത്ര രീതിയിലാണ് അവർ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പാവപ്പെട്ടവൻ്റെ നികുതി ക്യാഷ്, കെട്ടിട ടാക്സ് എല്ലാം കൂടെ പിരിച്ചെടുത്ത് അവർക്ക് ട്രക്ക് വാങ്ങാം, ഒക്കെ വാങ്ങാം. വാങ്ങുന്ന സാധനങ്ങൾ എത്ര വാഹനങ്ങൾക്കിപ്പോൾ ഉപയോഗശൂന്യമായി യാർഡിൽ കെട്ടിക്കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേക്കുറിച്ച് ട്രൈസൈക്കിൾ, ഈ ട്രൈസൈക്കിൾ കോർപ്പറേഷൻ കൊണ്ട് കൂട്ടിയിട്ടേക്കാണ്. എന്നാൽ ഈ പഞ്ചായത്ത് ഏരിയകളിൽ ആ ട്രൈസൈക്കിൾ കൊടുത്തെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്ത് ഈ ഇവിടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാമായിരുന്നു. അതും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് വേസ്റ്റിലിട്ടേക്കാണ്. ഇതാണ് മാനേജ്മെൻറ്റ്. നല്ല രസം, കൊള്ളാം. എന്തുകൊണ്ട് കോർപ്പറേഷൻ ഈ വെള്ളം സപ്ലൈ മുടങ്ങുമ്പോൾ 2-3 ദിവസം, ചിലപ്പോൾ 4 ദിവസം വരെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്? കോർപ്പറേഷൻ ശരിക്ക് ചെയ്യേണ്ടത് അന്നത്തെ ആ നികുതി പണം കോർപ്പറേഷൻ റെസിഡൻസിൽ നിന്നും വാങ്ങരുത്, മറിച്ച് അത് ജല അതോറിറ്റിയിൽ നിന്നും വാങ്ങുക. എന്നിട്ട് ഇവർക്ക് ആ വീട്ടുകാരിൽ നിന്നും അതിനെ ഒഴിവാക്കി കൊടുക്കുക വീട്ടുകാർക്ക്. അന്നത്തെ ദിവസം വെള്ളം ഫെസിലിറ്റീസിനാണല്ലോ ഈ കോർപ്പറേഷൻ ടാക്സൊക്കെ വാങ്ങുന്നത്. കറണ്ട്, ജലം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വേസ്റ്റും പലയിടത്തും കൊണ്ട് കൂട്ടിയിട്ടാൽ അവിടെ നിന്ന് മാറുന്നില്ല. ബാഡ് സ്മെല്ലാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, കോവിഡത്തൊക്കെ വളരെ ഫൗൾ സ്മെല്ലൊക്കെ അനുഭവപ്പെടുന്നതായിട്ടാണ് ടൂറിസ്റ്റുകൾ പറയുന്നത്. കോർപ്പറേഷൻ്റെ പല ഭാഗത്തും വേസ്റ്റ് ശരിക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല. അവരുടെ വർക്ക് മുടങ്ങിയാലും അതാരും ക്വസ്റ്റ്യൻ ചോദിക്കില്ല, മറിച്ച് അവർ ടാക്സ് പിടിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടത് ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി വെള്ളം കിട്ടിയില്ലെങ്കിൽ അവർ വെള്ളം തടസ്സപ്പെടുത്തും, സപ്ലൈ തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ കോർപ്പറേഷന് ഗവൺമെൻറ്റിൻ്റെ ലേബിൾ അവർക്കൊക്കെ കാട്ടിക്കൂട്ടാം. പക്ഷേ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇവർ ആരും മനസ്സിലാക്കുന്നില്ല.
ഇനി ചീഫ് എഞ്ചിനീയർ എന്തുകൊണ്ട് ഇതിനെ കൊണ്ടൊരു നല്ലൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് കൊടുക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാന്യമായിട്ട് അതേതെങ്കിലും നല്ല ഏജൻസി ഏൽപ്പിക്കുക. അവർ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിച്ചോളും. നമുക്കവരെ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഇപ്പം നിങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്, നിങ്ങളാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് യൂണിയനുണ്ട്, നിങ്ങളുടെ യൂണിയൻ അതിനെ പ്രതികരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നിങ്ങൾ കേസും കൊടുക്കും. നിങ്ങൾക്ക് എന്തും കാണിക്കാം, നിങ്ങൾക്ക് ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. ബട്ട് പാപം പൊതുജനങ്ങൾക്ക് ആരാ ഉള്ളത്? ആരുമില്ല. അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കോടതിയിൽ പോകണം, അവർ വക്കീലിനെ പിടിക്കണം, അങ്ങനെയൊക്കെ. അത് അങ്ങനെ മെനക്കെടാൻ പറ്റില്ല. പക്ഷേ ജല അതോറിറ്റിയോട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് പബ്ലിക്കിനെ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ലൈനിൽ വെള്ളത്തിൻ്റെ പ്രോബ്ലം വരാണ്, അറ്റ്ലീസ്റ്റ് യു ആർ ടു ഇൻഫോം ഇൻ എ 1 month ടൈം ബിഫോർ. ഒരു മാസത്തിന് മുമ്പായി തന്നെ നിങ്ങൾ ആ ഏരിയയിലുള്ള ആൾക്കാർ ഇത് ചെയ്യണം. ഇത്ര നാൾ ഇവിടെ വെള്ളത്തിന് സപ്ലൈ ബ്ലോക്കാകും, നിങ്ങൾ അടിയന്തരമായി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേഷൻ്റെ ഇപ്പോൾ 50 ലോറി വാങ്ങുന്ന അതുപോലെ ആ കോർപ്പറേഷനായിട്ട് ടൈപ്പ് ചെയ്ത് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇനി ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് എങ്ങനെ ബക്കറ്റ് തൂക്കി പോണ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് വാടകയെല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് വെള്ളം ചിലപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അവരുടെയും ടാങ്കിന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. കാരണം നിങ്ങൾ അതിൻ്റെ ടാക്സി പിടിക്കുന്നുണ്ട്, നല്ല ഹ്യൂജ് ടാക്സ് നിങ്ങൾ പിടിച്ചു വാങ്ങുന്നുണ്ട്. അത് ഫ്ലാറ്റിൽ നിന്നും വാങ്ങുന്നുണ്ട്, വില്ലകളിൽ നിന്നും വാങ്ങുന്നുണ്ട്, എല്ലാ ഭാഗത്തും നിങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ. സോ ദയവ് ചെയ്ത് ഈ കോർപ്പറേഷനും ഒന്ന് സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ നോക്കണം. എവിടെയെങ്കിലും ഒരാഴ്ച വെള്ളം ബ്ലോക്കായി കഴിഞ്ഞാൽ 100% ഒരാഴ്ചത്തെ ടാക്സും അത് ഒഴിവാക്കുക. ആ ടാക്സ് ജല അതോറിറ്റിയിൽ നിന്നും വാങ്ങുക. ഇത് അവരുടെ മിസ്റ്റേക്സാണ്. അല്ലെങ്കിൽ മുൻപായിട്ട് 1 മാസത്തിന് മുമ്പായിട്ട് തന്നെ എൻ്റെ അഡ്വാൻസ് നോട്ടീസ് കൊടുക്കും, ഇവിടെ ഇതിന് റിപ്പയർ കൊടുക്കണം. പക്ഷേ അത് എപ്പോഴും അതൊരു സ്ഥിരം ഇതാക്കരുത്. നിങ്ങൾ 1 വർഷം 2-3 സ്ഥലത്ത് ഒരേ സ്ഥലത്തേക്ക് തന്നെ കുത്തിപ്പൊളിച്ച് റിപ്പയർ, വാൾവ് റിപ്പയർ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ഗവൺമെൻറ് ഇതിൽ ഒന്ന് ശ്രദ്ധിക്കണം. കോർപ്പറേഷനും ജല അതോറിറ്റിയും കോർഡിനേറ്റ് ചെയ്ത് പൊതുജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവർക്ക് റെഗുലറായി വാട്ടർ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതുമില്ല. അതിന് പുറമെ ഒരുപാട് ഇപ്പോൾ ഉള്ളതിൽ അഡ്വാൻസ് സെൻസറിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. വെള്ളം ലീക്കായാൽ അറിയാൻ പറ്റും, വാൾവ് ലീക്കായാൽ അറിയാൻ പറ്റും, ഒക്കെ അറിയുന്നതിനുള്ള സെൻസർ ഇതെല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ച് അത് 24 hours അതിനുള്ള ഒരു ചെക്കപ്പ് ചെയ്യാനുള്ള ടീമിനെ എംപ്ലോയി ഡെപ്യൂട്ടി ചെയ്ത് അവരിലൂടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അഡ്വാൻസായി അറിഞ്ഞ് ഈ ലീക്കാണെന്ന് നിങ്ങൾക്കറിയാം, അത് റിപ്പയർ ചെയ്യുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ ടെൻഡർ ഇതൊക്കെ നോക്കി എമർജൻസി ഒരാൾക്ക് ജോബ് അവാർഡ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ജനത്തിനെ പഴിച്ചിട്ട് കാര്യമില്ല, ജനമല്ല ആ ശിക്ഷ എടുക്കേണ്ടത്. അപ്പോൾ അഡ്വാൻസായിട്ട് ജനത്തിന് നിങ്ങൾ പൈപ്പ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കോർപ്പറേഷനുമായിട്ട് ടൈപ്പ് ചെയ്ത് അവർക്ക് വാട്ടർ സപ്ലൈ റെഗുലർ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ 50 ടാങ്കർ വാങ്ങുന്നതെന്ന് കേട്ടു, നല്ലതിനാണ്. പക്ഷേ ടാങ്കർ വാങ്ങാൻ ഉപായം കണ്ടെത്തുക. ഇനി ടാങ്കർ ഉണ്ടെങ്കിൽ ജലക്ഷാമം ഉണ്ടാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. മേയർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. പ്രായോഗികമായി നടപ്പാക്കിയാൽ നല്ലത്. ജല അതോറിറ്റി നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അനന്തപുരിയിൽ യാതൊരു തടസ്സവുമില്ലാതെ അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും ഒരു വാട്ടർ സപ്ലൈ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ശ്രമിച്ചാലും നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുള്ള എന്താ ടെക്നിക്കൽ പ്രോബ്ലം, അതിനെന്താ വേണ്ടത്, നിങ്ങളൊരു ഗവൺമെൻറ്റിന് ഇൻറ്റിമേഷൻ നടത്തുക. നിങ്ങൾക്ക് വകുപ്പ് മന്ത്രിക്കുള്ളതാണല്ലോ, നല്ലൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുത്ത് അതിന് ആദ്യം നല്ലൊരു റെമഡി കണ്ടെത്തുക. അല്ലാതെ മനുഷ്യനെ വെറുതെ ഉപദ്രവിക്കാതിരിക്കുക. വെള്ളവും ഇല്ല, ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതായത്
ഈ ഇതൊരു വലിയൊരു തമാശയാണ്. ഈ എന്താ പറയുക, അമ്മയ്ക്ക് പ്രസവ വേദനയും മകൾക്ക് വീണവായന എന്നുള്ളൊരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ. ഇപ്പോൾ ആ കെയർഫുള്ളായിടുന്നത്. ഇവിടെ ഒരു സൈഡിൽ പൈപ്പ് വെട്ടിപ്പൊളിക്കുന്നു, മറുവശത്ത് ടാങ്കർ വാങ്ങുന്നു വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ മുമ്പേ ചെയ്യാമെന്നുള്ള കാര്യമാണല്ലോ. എന്തുകൊണ്ട് ഈ 50 ടാങ്കർ ഇതിന് മുമ്പേ വാങ്ങിക്കൂടാ? അറിയുമല്ലോ ജല അതോറിറ്റിയുടെ പരിപാടി ഇതൊക്കെയാണെന്ന്. അപ്പോൾ അത് ആ ടൈം നോക്കിയിരിക്കുകയാണോ ടാങ്കർ വാങ്ങേണ്ടത്? വേണ്ട, അതിന് അഡ്വാൻസായിട്ട് വാങ്ങാമല്ലോ. ഇനിയെങ്കിലും മനുഷ്യനെ വിഡ്ഢികളാക്കാതിരിക്കാൻ ശ്രമിക്കുക. കോർപ്പറേഷനോടും ജല അതോറിറ്റിയോടും പറയാനുള്ളത് മാത്രം, പ്ലീസ് പബ്ലിക്കിനെ ഫുള്ളാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. നല്ലൊരു ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ അവരുടേതായ രീതി ചെയ്യുക. അതുപോലെ തന്നെ ഈ വെള്ളം മുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വെള്ളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴത്തുള്ള ടാക്സും വാങ്ങാതിരിക്കുക. ദാറ്റ് ഈസ് ദ ജെൻറ്റിൽമാൻ ഓപ്പറേഷൻ. ഓക്കെ, കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.